ആവേശത്തിനും ആശങ്കയ്ക്കും നടുവിലാണ് പാരീസ്. ഒരു വശത്ത് ഒളിമ്പിക്സ് എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്ര, അതിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. മറുവശത്ത് ഗെയിംസ് അട്ടിമറിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന ഭയം. ഇതിന് രണ്ടിനുമിടയിലാണ് പാരീസ് നഗരം മുന്നോട്ട് പോകുന്നത്. രണ്ട് തരത്തിലുള്ള ഭീഷണി പാരീസ് നേരിടുന്നു. ഒളിമ്പിക്സ് അട്ടിമറിക്കാൻ റഷ്യ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുവെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഈയിടെ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. അതിനൊപ്പം ഭീകരാക്രമണ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഭീകരവാദികൾ സൈബർ ആക്രമണത്തിന് പദ്ധതിയിട്ടിട്ടുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഗെയിംസിൻ്റെ സുരക്ഷാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ കമ്പ്യൂട്ടർ ഈയിടെ മോഷണം പോയിരുന്നു. ഇത് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത്. ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന പരിപാടി തുറന്ന വേദിയിൽ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഫ്രാൻസ്. ചടങ്ങിലേക്ക് അത്ലറ്റുകളെ സെൻ നദിയിലൂടെ ബോട്ടിലെത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 94 ബോട്ടുകളിലായി താരങ്ങൾ 6 കിലോമീറ്ററോളം സഞ്ചരിക്കും. ഇതിനകമ്പടിയായി സുരക്ഷാ ബോട്ടുകൾ ഉണ്ടാകും. തുറന്ന വേദിയിലെ ഉദ്ഘാടനവും ബോട്ടിലെ യാത്രയും സുരക്ഷാ വിഭാഗത്തിന് വലിയ വെല്ലുവിളിയാണ്. ഉദ്ഘാടന ചടങ്ങിൽ 6 ലക്ഷം പേരെ പങ്കെടുപ്പിക്കാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. പിന്നീട് അത് 3 ലക്ഷമായി കുറച്ചു. ഇനിയും കുറച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സെൻ നദിയും ഉദ്ഘാടനം നടക്കുന്ന ട്രെക്കാഡറോ പരിസരവും ചടങ്ങിന് ഒരാഴ്ച മുമ്പ് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലാകും. നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഈ പ്രദേശത്തേക്ക് പ്രവേശനം അനുവദിക്കൂ. ആക്രമണ ഭീഷണി ശക്തമായാൽ ഉദ്ഘാടന ചടങ്ങിൽ മാറ്റമുണ്ടാകാനും സാധ്യതയുണ്ട്. ഷാർലി എബ്ദോ ആക്രമണം, സ്പോർട്സ് സ്റ്റേഡിയത്തിലെ സ്ഫോടനം തുടങ്ങി സമീപ വർഷങ്ങളിൽ ഫ്രാൻസിൽ പലതരം ഭീകരാക്രമണങ്ങൾ നടന്നിരുന്നു. പഴുതടച്ച സുരക്ഷയ്ക്കായി സൈനിക പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ സ്വകാര്യ ഏജൻസികളുടെ സേവനവും തേടിയിട്ടുണ്ട്. പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കൗതുകകരമായ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പാരീസ് നഗരത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഈഫൽ ടവറിൽ നിന്നുള്ള ലോഹം ഉപയോഗിച്ചാണ് ഒളിമ്പിക്സിന് വേണ്ട 5000-ഓളം മെഡലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മുമ്പ് ഈഫൽ ടവർ നവീകരിച്ചപ്പോൾ ബാക്കി വന്ന ലോഹമാണ് മെഡൽ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. വൃത്താകൃതിയിലുള്ള മെഡലുകൾക്ക് പകരം ഇക്കുറി 6 വശങ്ങളുള്ള ഹെക്സഗൺ ആകൃതിയിലായിരിക്കും മെഡൽ. മെഡലിൻ്റെ ഒരു വശത്ത് വിജയത്തിൻ്റെ ഗ്രീക്ക് ദേവതയായ നൈക്കിയുടെ ചിത്രമുണ്ട്. മറുവശത്ത് ഈഫൽ ടവറിൻ്റെ ചിത്രവുമാണുള്ളത്.